അനുസരിച്ച് അവർ ചെയ്തത് ദൈവം മാനിക്കുന്ന കാണുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ആൻഡ് വൺ മോർ തിങ്, അത് നിങ്ങൾ രാവിലെ സമയം പ്രാർത്ഥിക്കുന്നതിൻ്റെ ആ ഒരു വിടുതൽ പല ഏരിയാസിൽ നിങ്ങൾ തന്നെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അത് ദൈവം ഇനിയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. और सुबह की प्रार्थना के संबंधित कई बार हम बच्चे सब मिलकर पिता से ये बात को कहा है कि इतना लंबा समय तक इस प्रार्थना को जारी रखने का जरूरत है या नहीं है, लेकिन परमेश्वर ने पिताजी को दिया हुआ दर्शन के अनुसार जो वे इस प्रार्थना सभा को अब तक जारी रखे हैं, मैं ये बात को निश्चय समझता हूँ कि परमेश्वर इसके पीछे एक बेदारी, एक बड़ा छुटकारा सबके लिए रखे हुए हैं। और विशेष करके आप सुबह जो उठकर प्रार्थना करते हैं तो उसका एक बड़ा छुटकारा जीवन के अनेक क्षेत्रों में आपने अनुभव किए होंगे, आगे भी आप अनुभव करेंगे। इन सारे बातों को याद करते हुए मैं प्रभु में आनंदित होता हूँ और आप सभी को शुभकामनाएं देता हूँ। സാജൻ പാസ്റ്റർ, ഐ റിയലി ലവ് യുവർ ട്രാൻസ്ലേഷൻ. ഞാൻ ചെറുപ്പത്തിൽ ഞങ്ങൾ പ്ലാനറ്റോറിയത്തിൽ പോയിരുന്നു. അപ്പം അവിടെ ഈ ട്രാൻസ്ലേറ്റ് അല്ലെ പറയുന്ന ഒരു ഹിന്ദി ഉണ്ട്, സ്പെസിഫിക് ഹിന്ദിയാണ്. ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ ഹിന്ദി ദാറ്റ് യു ഹാവ്. അപ്രീഷിയേറ്റ് ദാറ്റ്. താങ്ക് യു. സോ നമ്മൾ ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചപ്പം ഒരു ആശയം നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ചു. അധികം സമയം ഞാൻ എടുക്കത്തില്ല. തന്നിരിക്കുന്ന സമയത്തിനകത്ത് തന്നെ ഞാൻ നിർത്തുവാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം നമ്മുടെ എല്ലാവരുടെ സമയം വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള ഒരു ബോധ്യമുണ്ട്. ഇന്ന് ജോലിക്ക് വേണ്ടിയുള്ള പോകേണ്ട യാത്രയിലായിരിക്കേണ്ട ആൾക്കാരൊക്കെ ഉണ്ടായതുകൊണ്ടും ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ് ടു സ്റ്റിക്ക് ടു ദ പോയിന്റ്. और प्रभु की आत्मा ने मुझे आज दिए हुए जो विषय हैं, जो एक विचार है, मैं आपके बीच में देना चाहता हूँ। उसी के आधारित एक वचन को मैं पढ़ूंगा। मैं ज्यादा समय में लेना नहीं चाहूंगा। जितना समय हमारे लिए है उतने ही समय पर मैं अपने वचन को सीमित रखने की कोशिश करता हूँ, क्योंकि मैं ये बात को समझता हूँ कि आप सभी का समय को हमें सम्मानित करना जरूरी है और आप सभी को इसके पश्चात कार्यों में जाने का भी जरूरत है। इसलिए मैं समय का भरसक प्रयास करूंगा कि मैं उसके अंदर ही अपने विषयों को समाप्त करूं। യെസ്, ഓക്കെ. സോ ഒരു കോൺവെർസേഷണൽ അപ്രോച്ച് ആയിരിക്കും ഞാൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ റോമൻസ് ചാപ്റ്റർ 4:18 ആയിരിക്കും ഞാൻ വായിച്ചു തുടങ്ങുക. റോമാലേഖനം 4-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം. ഞാൻ ഇംഗ്ലീഷിലായിരിക്കും വായിക്കുന്നത്, കാരണം മലയാളം അത്ര എനിക്ക് വായിക്കാൻ അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇംഗ്ലീഷിൽ ആദ്യം വായിക്കാം. അത് ഹിന്ദിയിൽ സാജൻ പാസ്റ്റർ വായിക്കാൻ പറ്റും, നല്ലതായിരിക്കും. സോ റോമൻസ് ചാപ്റ്റർ 4:18 അതിൻ്റെ ആദ്യത്തെ ഭാഗം. Even when there was no reason for hope, Abraham kept hoping. और मैं एक वार्तालाप के एक रीति से मैं आपके बीच में बात करना चाहता हूँ। इसीलिए मैं रोमियो की पत्री 4 अध्याय उसका 18 आयत से मैं शुरुआत करूंगा। और मैं इस प्रकार इस वचन से पढ़ता हूँ, उसने निराशा में भी आशा रखकर विश्वास किया। അത് വളരെയേറെ ചിന്തിപ്പിക്കുന്ന ഒരു വാക്യമാണ്. ആശയ്ക്ക് വിരോധമായ ആശയോടെ അബ്രഹാം, അല്ലെങ്കിൽ when there is no reason to hope in anything, Abraham still continued to hope. അതിൻ്റെ ഒരു വലിയൊരു ഡെപ്ത് ഉണ്ട് ആ ഒരു വാക്യത്തിനകത്ത്. നമ്മൾ എബ്രായർ 11-നകത്ത് നമ്മൾ വിശ്വാസം എന്നോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യത്തിന്റെ നിശ്ചയം നമ്മൾ പലപ്പോഴും വായിച്ചു വിടുന്ന ഒരു വാക്യമാണ്. സാജൻ ഭാഷ, ഞാൻ ഇച്ചിരി കൂടുതൽ പോവുകയാണെന്നുണ്ടെങ്കിൽ if it's difficult to translate, just stop me, okay? Sorry. सो इस प्रकार वचन में हमने पढ़ा कि अब्राहम ने जो है निराशा में भी आशा रखकर विश्वास किया। हम ये सब बात को जानते हैं कि अब्राहम के जीवन के बारे में इब्रानियों की पत्री 11 अध्याय में विश्वास के विषय में इस प्रकार कहता है कि विश्वास जो है आशा की हुई वस्तुओं का निश्चय और अनदेखी वस्तुओं का प्रमाण है। तो किस प्रकार विश्वास रखने का एक विषय में अब्राहम के बारे में कहा जाता है कि जब सब जगह पर निराशा छाई हुई थी, उस समय में भी अब्राहम विश्वास रखता था। നമ്മൾ ഒത്തിരി പ്രാവശ്യം ശീലിച്ച ഒരു വാക്യമാണ്, ഫെയ്ത്ത് ഷോസ് ദ റിയാലിറ്റി ഓഫ് വാട്ട് വി ഹോപ്പ് ഫോർ, ഇറ്റ് ഇസ് ദി എവിഡൻസ് ഓഫ് തിങ്സ് ദാറ്റ് വി കനോട്ട് സീ. ഞാൻ നേരത്തെ അത് പറഞ്ഞ വാക്യം തന്നെയാണ്. പക്ഷെങ്കിൽ
അതിന്റെ അർത്ഥത്തിന്റെ ഡെപ്തിലേക്ക് നമ്മൾ കയറുവാണെങ്കിൽ വിശ്വാസം എന്ന് പറയുന്ന ആ ഒരു എൻറ്റിറ്റി അല്ലെങ്കിൽ ആ ഒരു ഗിഫ്റ്റ് ദൈവം നമുക്ക് തന്നിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റി അത് ഹുക്കായിരിക്കുന്നത് രണ്ട് മെയിൻ കാര്യങ്ങളിനകത്ത് വായിച്ചത്തോളം മനസ്സിലാക്കാൻ പറ്റുന്നത്. और विश्वास के विषय में हमने जैसे इब्रानियों की पत्री 11 अध्याय की 1 आयत में हम देखते हैं कि विश्वास जो है आशा की वस्तुओं का निश्चय और अनदेखी वस्तुओं का प्रमाण है। तो ये जो बात अगर हम गहराई से सीखने की कोशिश करें तो वो 2 मुख्य बातों में अटकी हुई है और वो इस प्रकार से हैं। ആദ്യത്തെ കാര്യം നമ്മൾ ഇറ്റ് ഈസ് ദ റിയാലിറ്റി ഓഫ് വാട്ട് വി ഹോപ്പ് ഫോർ. അപ്പം ഹോപ്പ് ഇല്ലെങ്കിൽ വിശ്വാസം നമ്മുടെ അകത്ത് വർദ്ധിക്കാൻ പറ്റുമോ? നമ്പർ വൺ. ഐ എം പുട്ടിങ് ഇറ്റ് ഔട്ട് ഫോർ എ തോട്ട്. ആ ഹോപ്പ്, ദ വേർഡ് ഹോപ്പ്. രണ്ടാമത്തെ കാര്യം, ഇറ്റ് ഈസ് ദി എവിഡൻസ് ഓഫ് തിങ്സ് ദാറ്റ് വി കനോട്ട് സീ. കാണാത്ത കാര്യത്തിന്റെ നിശ്ചയം. അതെങ്ങനെയാണ് നമ്മൾ നിശ്ചയിക്കാൻ പറ്റുന്നത്? അതാ രണ്ടാമത്തെ ഒരു ബ്രേക്കിംഗ് ഇറ്റ് ഡൗൺ. രണ്ട് കാര്യവും ഞാൻ സംസാരിക്കും ഇച്ചിരി നേരം കഴിഞ്ഞിട്ട്. और 2 बातों के बारे में मैंने जो कहा है वो उसी आयत में हम पाते हैं कि विश्वास जो है आशा की वस्तुओं का निश्चय है। तो हम यदि आशा नहीं रखते हैं तो हम कैसे परमेश्वर की बातों को हम अपने जीवन में पा सकते हैं? दूसरी विषय जो है अनदेखी वस्तुओं का प्रमाण है। तो एक प्रमाण हमारे जीवन में होना ज़रूरी है। तो ये दोनों विषय के बारे में मैं थोड़े ही समय के बाद दोनों विषयों को तोड़कर एक-एक विषयों को अध्ययन करने के लिए मैं प्रयास करूँगा। ലോകക്കാരും നമുക്കും രണ്ടുപേർക്കും ഹോപ്പ് ഉണ്ട്. പക്ഷെ ലോകക്കാർ ഹോപ്പ് ചെയ്യുന്ന അപ്രോച്ച്, വിശ്വാസികളായ നമ്മൾ ഹോപ്പ് ചെയ്യുന്ന അപ്രോച്ച് രണ്ടും രണ്ടാണ്. അത് നമ്മൾ അതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങിയാൽ നമ്മൾ ഹോപ്പ് ചെയ്യുന്നതിനകത്ത് ഒരു എവർലാസ്റ്റിംഗ് റീസൺ ഉണ്ട്. ലോകക്കാർ ഹോപ്പ് ചെയ്യുന്നതിനകത്ത് ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്. और आशा जो है दुनिया वाले भी आशा रखते हैं, हम लोग भी आशा करते हैं, लेकिन हमारी आशा और संसार के लोगों की आशा में बहुत अंतर है। हम जो आशा रखते हैं उसमें एक अनंतता की आशा या एक जीवित आशा हमारे पास है, परंतु जो दुनिया वाले जो आशा रखते हैं, उनके पास कोई भी प्रकार का एक एक अनंतता का विषय नहीं है, परंतु वे एक मानसिकता के आधारित उनकी आशा को रखते हैं। തോംസൺ ഭാഷ അല്ലെ പപ്പ ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ള ഒരു കാര്യമാണ്, നമ്മൾ എപ്പോഴും റിസ്ക് എടുക്കുന്ന ആൾക്കാരാകണം. ഈ റിസ്ക് औ എടുക്കാൻ നമുക്ക് പ്രചോദനം തരുന്ന ഒരു റീസൺ ഉണ്ട്. വിശ്വാസം മാത്രം പോരാ, വിശ്വാസത്തിനകത്ത് നമ്മളെ പിടിച്ചു നിർത്തുന്ന ഒരു ഹോപ്പ് വേണം. നമുക്ക് ഹോപ്പ് ഇല്ലെങ്കിൽ നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റത്തില്ല. औ और पिताजी हमेशा या प्रभु के दास पास्टर थॉमसन हमेशा ये बात को कहते हैं कि हम हमेशा जोखिम लेने वाले लोग हमें रहना है। तो यदि हमारे जीवन में हम जोखिम उठाना है, तो केवल विश्वास ही से काफ़ी नहीं है। हमारे जीवन में उस विश्वास की आधारित एक आशा हमेशा बने रहना ज़रूरी है। നമ്മൾ ബിബ്ലിക്കൽ ക്യാരക്ടേഴ്സിനകത്ത് ആരെടുത്താലും, ലെറ്റ്സ് സേ ഫ്രം അബ്രഹാം ആയിരുന്നാലും, അതിപ്പം കാലേബ് ആയിരുന്നാലും, യോശുവ ആയിരുന്നാലും, ഇവരെല്ലാവർക്കും റിസ്ക് എടുക്കാൻ ആപ്പറ്റൈറ്റ് കൂടാനുള്ള റീസൺ ദേ ഹാഡ് എ ഹോപ്പ് ഓഫ് സംതിങ് ദാറ്റ് ദേ ഹാവ് നെവർ സീൻ. और हम अपने वचन में पुराने नियमों में हम अब्राहम को देखें, कालेब को देखें, जोशुआ को देखें, ये सब लोग अपने जीवन में जोखिम उठाने वाले लोग थे और ये जोखिम उठाने का कारण इतना ही था कि इनके जीवन में एक आशा करने वाली एक वस्तु रहती थी और उस वस्तु पे आधारित वे अपने जीवन में जोखिम उठाते थे। നമുക്ക് എക്സോഡസിനകത്ത് നിന്നൊരു പാർട്ട് ഞാൻ വായിക്കാം. എക്സോഡസ് ചാപ്റ്റർ 33, പുറപ്പാട് 33, സോറി പുറപ്പാടല്ല, ഉൽപ്പത്തി 11 അതിന്റെ 31 വാക്യം, അതിന്റെ സെക്കൻഡ് പാർട്ട് മുതൽ ഞാൻ വായിക്കാം. Genesis chapter 11 verses 31 and 32. 31ന്റെ ആ എൻഡ് മുതൽ ഞാൻ വായിക്കാം.
ഇതിനകത്ത് എഴുതിയിരിക്കുന്ന ഓക്കെ, ഞാൻ മൊത്തം വായിക്കാം. സോറി, 31, വേഴ്സ് നമ്പർ 31. One day Terah took his son Abram, his daughter-in-law Sarai, his son Abraham's wife, and his grandson Lot, his son Haran's child, and moved away from Ur of the Chaldeans. He was headed for the land of Canaan, but they stopped at Haran and settled there. Terah lived for 205 years and died while still in Haran. उत्पत्ति के पुस्तक 11 अध्याय उसके 31 और 32 आयत को मैं पढ़ता हूँ। तेरह अपने पुत्र अब्राहम और अपने पोते लूत जो हारान का पुत्र था और अपनी बहू सारे जो उसके पुत्र अब्राहम की पत्नी थी, इन सबों को लेकर कसदियों के ऊर नगर से निकल कनान देश जाने को चला, पर हारान नामक देश में पहुंचकर वहीं रहने लगा। जब तेरह 205 वर्ष का हुआ तब वह हारान देश में मर गया। എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് അനുസരിച്ച്, എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് ആണത്. ബിബ്ലിക്കലായിട്ട് എക്സ്പ്ലിസിറ്റ്ലി അത് പറഞ്ഞിട്ടില്ല. പ്രോബബ്ലി അബ്രഹാമിന്റെ പിതാവിനായിരിക്കാം കാനാൻ ദേശത്തിലോട്ട് പോകാൻ വിളി വന്നത്. ഓക്കെ, ബിക്കോസ് ഇറ്റ്സ് സേയിങ് ദാറ്റ് അവർ ഇറങ്ങിയത് ഊർ ഓഫ് ദി ചാൽഡിയൻസ് നിന്ന് കാനാൻ ദേശത്തിലേക്ക് പോകാൻ വേണ്ടി അവർ ഇറങ്ങിയത്. പക്ഷെങ്കിൽ ഓൺ ദ വേ അവരൊരു പിറ്റ് സ്റ്റോപ്പ് എടുത്തു. എവിടെ? ഹറാനിൽ. ഹറാനിലെ ഐ ഡോണ്ട് നോ വാട്ട് ഇറ്റ് ഇസ്, സുഖ സൗകര്യമാണോ, വേദനകളാണോ, പ്രയാസങ്ങളാണോ, ബുദ്ധിമുട്ടാണോ, എന്താണെന്ന് അറിയത്തില്ല. പക്ഷെ അവിടെ അങ്ങ് സ്റ്റക്കായി. और ये जो बातें मैं कह रहा हूँ ये मेरे दृष्टिकोण के आधारित है, या मैंने जितना वचन से समझा है उसी के आधारित मैं कह रहा हूँ कि अब्राहम का पिता जो तेरह था उसको शायद जो है कनान जाने का एक दर्शन या अनुमति मिला हुआ है। और उसी यात्रा के दौरान हम क्या देखते हैं कि जब वे हारान नामक देश में पहुंचते हैं तो वहीं पर ठहर जाते हैं। हो सकता है कई कारण से वहीं पर वो ठहरे होंगे, शायद दुख हुआ होगा, कई कई मुसीबतें आई होंगी, या कई अच्छे सुख सुविधाओं को उन्होंने अपने जीवन में वहां पे प्राप्त किया होगा। जो कोई भी कारण हो, वे उस हारान नामक उस देश में कई समय को ठहरने पाया। പക്ഷെ വിളി ദൈവത്തിന്റെ നിന്നില്ല. പിതാവ് ചെയ്യാൻ लेकिन പറ്റാഞ്ഞത് അടുത്ത ആളുടെ അടുത്തേക്ക് പോയി. ദാറ്റ് ഈസ് ഇബ്രാഹിം. ചാപ്റ്റർ നമ്പർ 12 നമ്മൾ കയറുന്നതിന് മുമ്പേ ഞാനൊരു മുഖവര പറഞ്ഞതാണ്. और यहाँ पर हम ये बात को देखते हैं कि परमेश्वर का जो बुलाहट है वो थम नहीं जाता है। जब पिता ने उस बुलाहट को छोड़ दिया तो उस पुत्र की ओर अगले आयत 12 की शुरुआत से हम देखते हैं बुलाहट को देते हुए परमेश्वर अब्राहम को बुला रहा है। വിളി ശ്രേഷ്ഠമാണെന്നുണ്ടെങ്കിൽ, നമ്മൾ കേൾക്കാൻ തയ്യാറാണെങ്കിൽ, ആ വിളിയോട് നമ്മൾ അനുസരണം കാണിച്ചാൽ അത് മുഖാന്തരം ചില വിടുതലുകൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകും. और यदि हम उस बुलाहट को श्रेष्ठ समझते हैं और उस बुलाहट के अनुसार हम अपने जीवन को तैयार करने के लिए, हम निकल पड़ने के लिए हम तैयार होते हैं, तो परमेश्वर का उस बुलाहट के प्रति जो अनुग्रह और आशीषें जो हमारे लिए हैं वो परमेश्वर हमें देने पाएगा। അതിനകത്ത് എഴുതിയിരിക്കുന്നത്, ലോർഡ് ഹാഡ് സെഡ് ടു Abraham, leave your native country, your relatives and your father's family and go to the land that I will show you, and ബാക്കിയുള്ളതെല്ലാം. അപ്പം ഈ കാണാത്ത കാര്യങ്ങളെ വിശ്വസിക്കാൻ അബ്രഹാമിന് ആ റിസ്ക് എടുക്കാൻ, ആ സ്റ്റക്കായിരിക്കുന്ന സ്ഥലത്തിനകത്ത് പുറത്തേക്ക് ഇറങ്ങാൻ ഒരു ഹോപ്പ് അദ്ദേഹത്തിന് ഉണ്ടായതുകൊണ്ടും, സ്റ്റക്കായിരിക്കുന്ന സിറ്റുവേഷൻ നമുക്കറിയത്തില്ല, എന്താ സുഖ സൗകര്യമാണോ, വേദനകളാണോ, ഭാരമാണോ, എന്താണെന്ന് അറിയത്തില്ല. അതിനകത്ത് നിന്ന് ഞാൻ നിന്ന് പോകത്തില്ല. സ്റ്റക്കായ സിറ്റുവേഷനകത്ത് ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി ഞാൻ ഒരു സ്റ്റെപ്പ് എടുക്കും എന്നുള്ളൊരു തീരുമാനം എടുത്തുകൊണ്ടാണ് ഇന്നും നമ്മൾ അബ്രഹാം പിതാവ് എന്ന് വിളിക്കുവാൻ തക്കവണ്ണം ദൈവം അബ്രഹാമിനെ മാനിച്ചതും. और यहाँ हम 12 अध्याय के शुरुआत के आयतों में देखते हैं कि यहोवा ने अब्राम से कहा,
अपने देश और अपने कुटुंबियों और अपने पिता को छोड़कर उस देश को चला जा, मैं जो तुझे दिखाने जा रहा हूँ। तो अब्राहम यहाँ पर विश्वास ही से एक कदम को उठाकर रखते हैं, और ये हम जानते हैं एक जोखिम भरा कदम था, क्योंकि अब्राहम नहीं जानता था कि वे कहाँ को जा रहे हैं। परंतु जो भी परिस्थिति में हमने जैसे पहले कहा, आमीन, उसके पिता या उसके घराना जहाँ अटके हुए अवस्था में थे या फंसे हुए अवस्था में थे, चाहे हो सकता है मैंने पहले जैसे कहा सुख सुविधाओं से लैस एक अवस्था में फंसे होंगे, या कहीं दुख मुसीबत की अवस्थाओं में वे फंसे होंगे, लेकिन वहां से बाहर एक कदम उठाकर रखने के लिए अब्राहम ने अपने जीवन में एक विश्वास रखा, एक आशा रखा। और यही बात को हम देखते हैं कि परमेश्वर ने अब्राहम को किस प्रकार आशीष दिया, और आज भी अब्राहम जो हैं विश्वासियों के पिता के रूप में जाने जाने का एक अवसर परमेश्वर ने उसे दिया। സോ എഫക്റ്റീവ്ലി ഹൈ റിസ്ക് എടുത്ത ഈ എബ്രഹാമിന് ഉണ്ടായിരുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. വിശ്വാസം പറഞ്ഞ ആളിനകത്തും രണ്ടാമത്തെ കാര്യം ഒരു ഹോപ്പ്. ഇത് പറഞ്ഞാൽ ഇതിങ്ങനെ സംഭവിക്കുന്നുള്ളൊരു അൺബിലീവബിൾ ലെവൽ ഓഫ് ഹോപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ ലോകത്തിൽ നമ്മുടെ ക്രിസ്തീയ യാത്രയിൽ ദ ബിഗ്ഗസ്റ്റ് അറ്റാക്ക് ഇസ് ടു മേക്ക് എ ഹോപ്പ് बिकम होपलेस. और अब्राहम के जीवन में इसीलिए हम देखे जाते हैं कि अब्राहम ने एक बड़ा जोखिम का कदम उठाकर रखा, और इस जोखिम के कदम के पीछे अब्राहम एक बड़ी आशा अपने जीवन में लगाए हुए थे, और ये आशा के कारण ही वे अपने उस स्थान तक पहुंच पाए। लेकिन आज के संदर्भ में आज के विश्वासियों को हम यदि देखेंगे, तो हमारे जीवन में हमारी आशा को निराशा में बदलने वाली बहुत सारे कारण हमारे आसपास में मंडराता रहता है। അതിനോട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ അടുത്തത് പറയാൻ പോകുന്നത്. പെട്ടെന്ന് ചില ഇത് ബിബ്ലിക്കൽ ക്യാരക്ടേഴ്സിനെ എളുപ്പം ഞാൻ കൊണ്ടുവന്നിട്ടാണ് ആ ആശയത്തിലേക്ക് ഞാൻ എത്താൻ ആഗ്രഹിക്കുന്നത്. ഈ മാർക്ക്, ഗോസ്പൽ ഓഫ് മാർക്ക്, അതിന്റെ 10-ാം അധ്യായം, അതിനകത്ത് നമ്മൾ കാണുന്ന ബാർത്തിമ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറാണ് ബാർത്തിമായ. ഞാൻ ഇതിന്റെ മുൻപേ ഇവിടെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ എനിക്ക് ആ ഒരു ടോപ്പിക്കിനകത്ത് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ് ബാർത്തിമായ. और उसी के संदर्भ में एक और बात को, एक और मेन चरित्र को मैं आपके बीच में परिचय कराना चाहता हूँ। वो है मरकुस के सुसमाचार में हम जो देखते हैं बर्तिमाई के विषय में जो कहे जाने वाली बात, जो बर्तिमाई का जीवन किस प्रकार का एक जीवन था, वो मैं बहुत ज्यादा पसंद करता हूँ। उसी के बारे में मैं कहना चाहता हूँ। ഭർത്തിമായി ചെയ്ത ചില ക്രിയകള് ആശയ്ക്ക് വിരോധമായ ആശയോടെ എങ്ങനെയാ സ്റ്റെപ്സ് എടുത്തത് എന്നെ ഒത്തിരി മാത്രം ചിന്തിപ്പിച്ചിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം ആ ഒരു പാർട്ട്, ഗോസ്പൽ ഓഫ് മാർക്ക് ചാപ്റ്റർ 11 വേഴ്സസ് 46 to 50. അത് മൊത്തം ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെങ്കിൽ അതിനകത്ത് എഴുതിയിട്ടുണ്ട്, ഭർത്തിമ അന്ധനായിരിക്കുന്ന ഒരു യങ് മാൻ, അദ്ദേഹം യേശു, നസ്രയനായ യേശുവിനെ വിളിച്ചു, എന്നോട് കരുണ കാണിക്കണമെന്നെല്ലാം പറഞ്ഞപ്പം അതിന്റെ വിരോധമായിട്ട് എല്ലാവരും ബി ക്വൈറ്റ്, ജസ്റ്റ് കീപ് ക്വൈറ്റ് എന്നൊക്കെ പറഞ്ഞ് മിണ്ടാതിരുത്തിപ്പിക്കാൻ വേണ്ടി പല ശ്രമങ്ങൾ നടന്നു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ചെയ്ത ചില ക്രിയകളുണ്ട്, അത് മാത്രം എളുപ്പം ഞാൻ ടച്ച് ചെയ്തിട്ട് ആ ഒരു ടോപ്പിക്, ആശയ്ക്ക് വിരോധമായ ആശയോടെ ആ ഒരു ടോപ്പിക്കിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നു. और बर्तिमाई के विषय में मरकुस के सुसमाचार 10 अध्याय उसके 46 से लेकर 52 आयत तक आप पढ़ेंगे तो ये बात को हम पढ़ सकते हैं। मैं पूरे वचन को पढ़ना नहीं चाहूंगा, लेकिन यहाँ पर हम क्या देखते हैं कि तिमाई का पुत्र बर्तिमाई जो था सड़क के किनारे पर बैठा हुआ था। यीशु मसीह के जाने पे वे उसे पुकारने लगे, आसपास के लोग उसे डांटने लगा कि चुप रहना, लेकिन उसके बावजूद भी वे ऊंचे शब्द से चिल्लाकर उसके बाद उन्होंने कुछ कार्यों को किया था जो हमें बहुत चिंता लेने वाला या हमें चिंतित कराने वाला एक विषय है। उसी के बारे में बताकर मैं आगे की ओर बढ़ना चाहूंगा। ഇതിനകത്ത് നമ്മുടെ ഒരു ഭാവനയിൽ നമ്മൾ ചിന്തിക്കുവാണെങ്കിൽ, ബർത്തിമ ഒരു കോർണറിൽ ഇരുന്ന് ദാവീദ് പുത്ര എന്നോട് കരുണ കാണിക്കണേ എന്ന് ഉച്ചസ്വരത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. യേശു അവിടുന്ന് പോകുന്നു. ഇച്ചിരി നേരം മുന്നോട്ട് ചെന്ന് കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കിയിട്ട് ഇങ്ങോട്ട് വരാൻ പറയുന്നു. അന്ധനായിരിക്കുന്ന ഒരു ബർത്തിമ, ഒരു ശരാശരി ഒരു അന്ധനായിരിക്കുന്ന ആളുടെ അടുത്തോട്ടാണ് സാധാരണഗതിയിൽ ഒരാൾ പോകേണ്ടത്. പക്ഷെങ്കിൽ യേശു പറയുന്നു, നീ ഇങ്ങോട്ട് വാ. ഓക്കെ, ഒരു കാര്യം, ബർത്തിമ എളുപ്പം ഒഫൻഡഡ് ആകുന്ന ഒരു വ്യക്തി അല്ലായിരുന്നു ആണ് എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്. നമ്പർ 1,
he did not get offended when Jesus said, നീ ഇങ്ങോട്ട് വാ. അന്ധനായിരിക്കുന്ന ഞാനാണ്, ഭിക്ഷ യാചിച്ചുകൊണ്ടിരിക്കുന്ന ഞാനാണ്, യേശു നീയാ ഇങ്ങോട്ട് വരണ്ടേ. പക്ഷെങ്കിൽ യേശു ഇങ്ങോട്ട് പറയുന്നു, നീ ഒരു സ്റ്റെപ്പ് എടുക്കുക, ഇങ്ങോട്ട് വാ. And Bartima was very much obedient enough to take a step to come towards God. यहाँ पर हम देखते हैं बर्तिमाई के विषय में, यदि हम कल्पना करें तो ऐसे हम सोच सकते हैं कि बर्तिमाई एक सड़क के किनारे पर बैठकर भीख मांगने की अवस्था में थे। यीशु मसीह के जाने के समय में उसने पुकारा और यीशु मसीह रुक गया और उससे अपने पास बुला रहा है कि बर्तिमाई उठकर मेरे पास आ। तो यहाँ मैं ये बात को समझता हूँ कि ये अंधा व्यक्ति जो बर्तिमाई है, वे जल्द ही नाराज होने वाला एक व्यक्ति नहीं था, क्योंकि साधारण रीति से देखा जाए तो एक अंधे व्यक्ति के पास लोग जाकर मदद करते हैं, मदद पहुंचाते हैं। लेकिन यीशु मसीह जहां ठहरा था वहीं ठहर कर उसे अपने पास बुलाने के समय में भी आमीन, इस अंधा व्यक्ति नाराज ना होते हुए एक कदम उठाता है कि यीशु के पास तक पहुंचने के लिए, और उसी के बाद वो यीशु से आमीन मुलाकात अपने जीवन में करता है। Yeah, overlooking offenses is a gift of God. ബർത്തിമായിക്ക് അത് ധാരാളം ഉണ്ടായിരുന്നെന്ന് നമുക്ക് അതിനകത്ത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. പക്ഷേ അത് കഴിഞ്ഞിട്ട് ചെയ്ത 3 ക്രിയകളാണ് ഇതിനകത്ത് എഴുതിയിട്ടുള്ളത്. അതിന്റെ 50-ാം വാക്യത്തിലേക്ക് കയറുകയാണെന്നുണ്ടെങ്കിൽ, Bartimaeus threw aside his coat, jumped up and came to Jesus. 3 ആക്ഷൻസാ അവിടെയുള്ളത്. ആ 3 ആക്ഷൻസിനെ ടച്ച് ചെയ്തിട്ടാണ് ഞാൻ നിർത്തുവാൻ ആഗ്രഹിക്കുന്നത്. यहाँ पर एक बात को हमें समझना चाहिए कि हमारे जीवन में अपराधों से आमीन परे होकर परमेश्वर की ओर नजर उठाना, ये हमारे जीवन में परमेश्वर का एक वरदान है, और उसी को यदि हम प्राप्त कर सकते हैं तो हमारे जीवन में एक बड़ी आशीष होगी। अब बर्तिमाई के जीवन में उसने किए हुए 3 कार्यों के बारे में या क्रियाओं के बारे में मैं आपको बताना चाहूंगा। वे 50वें आयत में इस प्रकार लिखा गया है कि पहला काम, वे अपना कपड़ा फेंक कर शीघ्र उठा और यीशु के पास आया। तो 3 क्रिया जो बर्तिमाई ने अपने जीवन में किया, इन बातों को मैं आपको समझाकर मैं अपने वचनों को समाप्त करना चाहूंगा। ഇതിനകത്ത് നമ്മൾ പലപ്പോഴും വായിക്കുന്ന ത്രൂ അസൈഡ് ഹിസ് കോട്ട്, മലയാളത്തിന്റെ എൻ്റെ വാചകം എങ്ങനെ എക്സാക്ട്ലി എനിക്ക് അറിയത്തില്ല. പക്ഷെങ്കിൽ വെൻ ഇറ്റ് ഇസ് സെഡ് ത്രൂ അസൈഡ് ഹിസ് കോട്ട്, അതിന്റെ ഒരു ഗ്രേറ്റർ മീനിങ് ഉണ്ട്. അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എരിഹോ പട്ടണത്തിൽ ആ അന്നത്തെ കാലത്ത് ജെറിക്കോ സിറ്റിയിൽ എല്ലാ വിധമായ പൊസിഷൻസ് ഓഫ് ബെഗിങ്ങിന് ഒരു ഐഡന്റിറ്റി കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ലീഗലി ബെഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ആ ധർമ്മം ചെയ്യണമെന്നുണ്ടെങ്കിൽ എരിഹോ നഗരത്തിനകത്ത് അവർക്കൊരു പെർമിഷൻ വേണം. ഇന്നത്തെ കാലത്ത് നമ്മൾ ഇന്ത്യയിൽ BMC ബോംബെയിൽ പറയുവാണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ അവിടുത്തെ ഒരു കൗൺസിലിന്റെ ആൾക്കാർ കൊടുക്കുന്ന ഒരു പെർമിഷനാണ്, ഐഡന്റിറ്റിയാണ് ആ കോട്ട്. ആ കോട്ട് ഇല്ലാതെ ഒരാൾക്ക് ഒരിക്കലും ബെഗ് ചെയ്യുവാൻ ഉള്ള റൈറ്റ് ഇല്ല. ഓക്കെ, यहाँ पर हम देखते हैं कि बर्तिमाई के बारे में यदि हम देखें तो पहला क्रिया उसने यह किया कि उसने अपना कपड़ा फेंक कर, मतलब यहाँ इस व्यक्ति का क्रिया के बारे में हम देखें तो उसका ये जो कपड़ा था, उस समय की इतिहास को हम सीखेंगे या यरीहो उस शहर के बारे में हम ज्यादा अध्ययन करेंगे तो वहां पर हम देखते हैं कि वहां का महानगर या वहां के अधिकारी जो थे, ऐसे भीख मांगने वाले लोगों को या हर एक पेशा करने वालों को एक पहचान देते थे, और उस पहचान का एक भाग होता था कि इस अंधे व्यक्ति के ऊपर देने वाला ये कपड़ा उसका पहचान रहता था और इसका अधिकार रहता था कि ये यहाँ ठहर कर ऐसे भीख मांग सकते हैं। तो यहाँ इस बर्तिमाई व्यक्ति, ये अंधा व्यक्ति ने इस प्रकार करता है कि उसने अपना कपड़ा फेंक देता है। ഈ 3 ക്രിയകളിനകത്തുനിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രിയയാണ് ഈ ഐഡന്റിറ്റി എടുത്ത് കളഞ്ഞ് ബർത്തിമ എഴുന്നേറ്റ് ചാടി യേശുവിൻ്റെ അടുത്തേക്ക് വരുന്നത്. അതിനകത്ത് ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്ന ഒരു ക്രിയ ചെയ്തു കഴിഞ്ഞിട്ട് അദ്ദേഹം എടുത്ത് ചാടി, ദാറ്റ് ഇസ് ജംപ്ഡ് അപ്പ്, ആൻഡ് ഹീ കെയിം ടു ജീസസ് ഇൻ ഒബീഡിയൻസ്. നേരത്തെ
യേശു ഇങ്ങോട്ട് വരാൻ പറഞ്ഞു, അത് അനുസരണം കാണിച്ചതാണ് ഇതിവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ആ ഫസ്റ്റ് ഐഡന്റിറ്റി ലീവ് ചെയ്ത് യേശുവിന്റെ അടുത്തേക്ക് ചെന്നപ്പം യേശു ആദ്യം ചോദിക്കുന്ന ചോദ്യം നിങ്ങളൊന്ന് നോക്കണം. വാട്ട് ഡു യു വോണ്ട് മീ ടു ഡു ഫോർ യു? സാധാരണഗതിയിൽ അന്ധനായിരിക്കുന്ന ഒരാള് അവിടെ ഇരുന്ന് ധർമ്മം ചെയ്യുന്ന ഉള്ള ഐഡന്റിറ്റി ഒരു ഭാഷ എടുത്തു കളഞ്ഞാൽ തിരിച്ചിടാൻ പറ്റത്തില്ല. എടുത്തു കളഞ്ഞ ഒരാള് യേശുവിന്റെ അടുത്തേക്ക് ആശയ്ക്ക് വിരോധമായ ആശയോടെ ഈ ഭർത്തിമ ചെന്ന് കഴിഞ്ഞിട്ട് യേശു എന്നിട്ടും ചോദിക്കുന്നു, ഞാൻ നിനക്ക് വേണ്ടി എന്തുവാ ചെയ്യണ്ടേ? സാധാരണഗതിയിൽ ബോംബെക്കാരായിരിക്കുന്ന നമ്മളായിരുന്നെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞേനെ? ദിക്താ नहीं क्या भाई? जनरली बोलता है दिखता नहीं है क्या भाई? अंधा आदमी है, इतना मेहनत किया, फिर भी तुम पूछ रहे क्या करने का? सॉरी साजन मास्टर। तो बर्तिमाई के जीवन के बारे में हम देखें तो पहला क्रिया उसने यह किया था कि उसने उस कपड़ा को उठाकर फेंक दिया जो उसका पहचान का भाग था, उसके भीख मांगने का एक अधिकार के विषय था। उस पहचान को जब उसने उठाकर फेंक कर अगले आयतों में हम देखते हैं कि वो शीघ्र उठकर यीशु के पास आता है। तो यहाँ पहली बात हम पहले वचनों में पढ़े थे कि उसने आशा के विरोध में आशा करके या निराशा पे आशा करते हुए आमीन सब कुछ को छोड़कर यीशु के पास जब वो पहुंचता है, यीशु उससे फिर से सवाल पूछता है कि मैं तेरे लिए क्या करूं? तो यहाँ आप यदि देखें तो एक अंधा व्यक्ति ने अपने सारा पहचान को छोड़कर आमीन यीशु के पास पहुंचता है और यहाँ से वे अब लौट कर उस अपने पुराने पहचान को अपने जीवन में प्राप्त नहीं कर सकता, क्योंकि उसने उसको छोड़ दिया था, उठा के फेंक दिया था। यीशु के पास आने के बावजूद भी यीशु का सवाल सुनकर वो निराश नहीं होता है। यहाँ पर देखते हैं कि साधारण रीति से हम और आप होते इतना सब कुछ त्याग करते हुए यीशु के पास आने से ऐसे सवाल सुनने के समय हम क्या यीशु को उत्तर देता? क्या यीशु आपको दिखाई नहीं दे रहा है? मैं अंधा व्यक्ति हूँ, मुझे रोशनी की आवश्यकता है और आप ऐसे सवाल कर रहे हो। ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് നോക്കുവാണെന്നുണ്ടെങ്കിൽ വാട്ട് ജീസസ് ഇസ് ട്രൈങ് ടു ടെൽ, അല്ലെങ്കിൽ ഭർത്തിമാനോട് സംസാരിക്കുവാൻ യേശു ആഗ്രഹിച്ചത്, എനിക്ക് നിന്റെ വായിന്ന് ആ ഡിക്ലറേഷൻ വേണം. നീ എന്തുവാ ആഗ്രഹിക്കുന്നു? ഡിക്ലറേഷൻ എന്ന് പറയുന്നൊരു വാചകം, അല്ലെങ്കിൽ നമ്മുടെ പ്രൊക്ലമേഷൻ. ഈ ആശയ്ക്ക് വിരോധമായ ആശയുടെ ഹോപ്പ് ഉണ്ടായാൽ അതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ നേരത്തെ വായിച്ചതുപോലെ എവിഡൻസ് ഓഫ് ദ തിങ്സ് ദാറ്റ് വി കനോട്ട് സീ. നമ്മൾ ആദ്യം വായിച്ച എബ്രായർ 11:1 രണ്ട് കാര്യം, ആശയും രണ്ടാമത്തെ കാര്യമാണ് എവിഡൻസ് ഓഫ് തിങ്സ് ദാറ്റ് വി ഹാവ് ഹോപ്ഡ് ഫോർ. ആ എവിഡൻഷ്യൽ കാര്യം പറയുന്നതാണ് ഡിക്ലറേഷൻസ് ഇൻ आवर ലൈഫ്. यहाँ पर परमेश्वर इस बर्तिमाई से क्या कर रहा है पूछा जाए तो उसे अपने जीवन से ही अपने चंगाई के विषय में घोषणा करने के लिए या पुकारने के लिए यीशु मसीह उसे प्रोत्साहित करता है। तो यहाँ हम वचन में जो पढ़े थे इब्रानियों की पत्री पहला अध्याय 11 अध्याय उसका पहला भाग का पहला आयत का दूसरा भाग में कि अंधे की वस्तुओं का प्रमाण है, तो उस अंधे की वस्तुओं को हमारे जीवन में प्रमाण के विषय में हमें पाना है। तो पहला कदम उसमें यह है कि हमें घोषणा करना चाहिए या हमें इस प्रकार से कहना चाहिए कि हमें किस चीज की आवश्यकता है या हमें क्या पाना है। എനിക്കൊരു സർട്ടൻ സീസൺ ഓഫ് മൈ ലൈഫിൽ, എൻ്റെ ജീവിതത്തിൽ ഒരു ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പറയണ്ട എന്നുള്ളൊരു ചിന്താഗതിയിൽ ജീവിക്കുന്ന ഒരാളായിരുന്നു. പക്ഷെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനകത്ത് ഞാൻ വായിച്ചപ്പം യേശുവിന് ഇതെല്ലാം അറിയാം. എന്നാലും യേശു എന്തിനാ ഭർത്തിമായനോട് ചോദിക്കാൻ ചിന്തിച്ചത്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? ആ ഒരു തോട്ട് പ്രോസസ്സ് എൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ ജീവിതത്തിനകത്ത് ചില സിറ്റുവേഷൻസിനകത്ത്, എല്ലാ സിറ്റുവേഷൻ അല്ല ഞാൻ പറയുന്നത്, ചില സിറ്റുവേഷൻസിനകത്ത് ചില ഡിക്ലറേഷൻസ് നമ്മൾ നടത്തണം. നമ്മുടെ ലൈഫിനകത്ത് ചില സിറ്റുവേഷൻ നമ്മൾ സ്റ്റക്കായിരിക്കുന്ന ഹറാന്റെ അവസ്ഥകളുള്ള ചില സിറ്റുവേഷൻസ് ജീവിതം നമ്മുടെ മുന്നിൽ കൊണ്ടുവരുമ്പോൾ, പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാതിരിക്കുന്ന ചില സിറ്റുവേഷൻസ് വരുമ്പോൾ, കാണാത്ത കാര്യങ്ങൾ നമ്മൾ ഡിക്ലെയർ ചെയ്യാൻ മാത്രമുള്ളൊരു അധികാരം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്.
और मेरे जीवन में ही ये बात को यदि देखा जाए तो एक समय तक मैं अपनी आवश्यकताओं को कभी खुलकर कहता नहीं था और मैं ऐसे समझता था कि मैं अपनी आवश्यकताओं को कभी किसी को नहीं बताऊँगा। परंतु इन वचनों को पढ़ने के बाद मुझे ये बात को आमीन समझ में आए या ग्रहण कर पाया कि हमारी आवश्यकताएँ जो भी हैं, हमारी ज़रूरतें जो भी हैं, उसे हमें पहली बात तो घोषणा करना ज़रूरी है कि मेरी आवश्यकताएँ क्या हैं, क्योंकि यहाँ यीशु मसीह उसी से उस अंधे व्यक्ति से पूछता है कि मैं तेरे लिए क्या करूँ? तो चाहे हमारे जीवन में हम जीवन की यात्रा में चाहे हारान जैसी एक स्थिति में हम फँसे हुए हैं, हारान जैसी स्थिति में हम अटक गए हैं और वहाँ से हमें एक छुटकारा यदि ज़रूरी है, तो हमें ये बात का घोषणा करना पड़ेगा कि हमें कहाँ को जाना है या हमें किस चीज़ के लिए हमें आगे को प्रयास करना है। घोषणा सबको नहीं करना है, सिर्फ खुदा के सामने, यीशु के सामने करना है। It's to proclaim. Proclamation is only necessary in God's presence. ദൈവസന്നിധിയിൽ നമ്മൾ ഡിക്ലെയർ ചെയ്യണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തികൾ നമ്മൾ നമ്മുടെ സിറ്റുവേഷനിലേക്ക് ഡിക്ലെയർ ചെയ്യാനുള്ള അധികാരം ദൈവം തന്നിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ കാണുന്നു, നെക്സ്റ്റ് കാര്യം ബാർത്തിമ ചെയ്തത്, പഴയ ഐഡന്റിറ്റിയുടെ ഒരു മാസ്റ്റർ ഉണ്ടായിരുന്നു. അത് റോമൻ എംപയറിന്റെ ആരെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ അതിന്റെ ഒരു മെയിൻ കമാൻഡർ, വോട്ട് എവർ ഇറ്റ് ഇസ്. പുതിയ ഐഡന്റിറ്റിയിലേക്ക് എത്തിയപ്പം, പഴയ കോട്ട് എടുത്തു കളഞ്ഞ് പുതിയ ഒരു സ്റ്റെപ്പ് എടുത്തപ്പം ചെയ്ത ഫസ്റ്റ് സ്റ്റെപ്പ് എന്താന്ന് വെച്ചാൽ റബോനി, അല്ലെങ്കിൽ എൻ്റെ പുതിയ യജമാനൻ എന്ന് വെച്ചാൽ, നമ്മൾ പഴയ ഒരു ഐഡന്റിറ്റി കളഞ്ഞ് നമ്മൾ പുതിയൊരു ഐഡന്റിറ്റിയിലേക്ക് കയറുമ്പം നമുക്ക് ഒരു പുതിയൊരു ഹോപ്പ് നമുക്ക് വരുമ്പം വി ഷുഡ് ആങ്കർ ഓൺ ഹൂ ഇസ് ദ മാസ്റ്റർ ഓഫ് ദാറ്റ് ഹോപ്പ്. Who are we anchoring on that hope? If we are declaring, whose power are we trusting on? Rabboni. यहाँ हम जब घोषणा करते हैं, जैसे प्रभु के दास ने कहा, हमें घोषणा सारे लोगों के सामने नहीं करना है, परंतु परमेश्वर की उपस्थिति में प्रभु की आत्मा ने जो हमें अधिकार दिया है, हमारी परिस्थितियों के ऊपर हमें घोषणा करना है और वो प्रभु के सामने ही हम करने पाए। यहाँ इस अंधे व्यक्ति के जीवन से हम जब देखेंगे, तो ये अंधे व्यक्ति ने अपने पुरानी पहचान को जब उठाकर फेंका, तो उस पुराना अधिकार को भी अपने जीवन से उसने खत्म कर दिया और वो नया उस आशा में जब वो प्रवेश करता है, नए अधिकार के अधीन में जब आता है, तो यहाँ उस शब्द को उपयोग करते हुए कहता है कि हे रबी, कि वो परमेश्वर को अपने जीवन में अधिकार देते हैं, परमेश्वर के अधिकार को अपने जीवन में वो ग्रहण करते हैं और उसी के अनुसार वो आगे बढ़ने के लिए कोशिश करते भी हैं। ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഉപരിയായിട്ട് അതിൻ്റെ അവസാനമാണ് ഏറ്റവും നല്ല ഒരു ചിന്താ വിഷയമുള്ളത്. ഇതിനകത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ആ പറഞ്ഞ ശേഷം, ഡിക്ലറേഷൻ ചെയ്ത ശേഷം ഹീലിംഗ് അവിടെ നടന്നു. ചില സന്ദർഭത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഓഫ് കോഴ്സ് ചില ഡിക്ലറേഷൻ വർഷങ്ങളായിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്ത് ഒന്നും നടക്കാത്ത സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കും. ഡോണ്ട് വറി, നിങ്ങൾ ഗീവ് അപ്പ് ചെയ്യല്ലേ, നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണം പ്രാർത്ഥിക്കാൻ. സാംസ് 105:19 ആണെന്ന് തോന്നുന്നു. ടിൽ ദ ടൈം came for Joseph's dream to be fulfilled, God tested his character. ചില സന്ദർഭത്തിൽ നമ്മുടെ ക്യാരക്ടർ മോൾഡ് ചെയ്തുകൊണ്ടിരിക്കും. അത് എന്ന് വെച്ചാൽ ദൈവം ആൻസർ ചെയ്യത്തില്ലെന്നല്ല. കണ്ടിന്യൂ ഡിക്ലെയറിങ്, കണ്ടിന്യൂ പ്രേയിങ് ആസ് യു ഹാവ് ഓൾവേസ് ബീൻ ഡൂയിങ്. പക്ഷെങ്കിൽ ഇതിന്റെ ആ 52nd വേഴ്സിനകത്ത് ജീസസ് ഒരു എക്സ്പെക്ടേഷൻസും ഇല്ലാതെ, എനിക്ക് തിരിച്ചൊന്നും വേണ്ട, ഗോ, യുവർ ഫെയ്ത്ത് ഹാസ് ഹീൽഡ് യു എന്ന് പറഞ്ഞ് ഒരു എക്സ്പെക്ടേഷനും ഇല്ലാതെ ദൈവം പറഞ്ഞു, നീ പൊക്കോ, ഇനി നിനക്ക് കിട്ടേണ്ട നിനക്ക് കിട്ടി, നീ ഡിക്ലെയർ ചെയ്ത് നിനക്ക് കിട്ടേണ്ട കിട്ടി, നീ പൊക്കോ, നോ എക്സ്പെക്ടേഷൻസ്. പക്ഷെങ്കിൽ ബാർത്തിമ അവിടെ ചെയ്ത ക്രിയ, ഇറ്റ്സ് അമേസിങ്. നമ്മളൊരു അന്ധനായിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നെങ്കിൽ, ആദ്യമായിട്ട് ഈ ലോകം കാണുക, ലെറ്റ്സ് സേ ശരാശരി ഒരു 20s or 30s ബാർത്തിമ ആ ഏജിൽ. എരിഹോ എന്ന് പറയുന്ന പട്ടണം വളരെയേറെ മനോഹരമായ ഒരു പട്ടണമാണ്. ആദ്യമായിട്ട് കണ്ണു തുറക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിക്കും, ലെറ്റ് മീ സീ ദ ബ്യൂട്ടി ഓഫ് ദിസ് ഹോൾ സിറ്റി, ലെറ്റ് മീ മീറ്റ് ദ ഫ്രണ്ട്സ്, ഞാൻ ധർമ്മം ചെയ്തുകൊണ്ടിരുന്ന കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സിനെ ഒന്ന് കണ്ടുമുട്ടട്ടെ. പക്ഷെങ്കിൽ ബാർത്തിമ ചെയ്ത എന്താന്ന് വെച്ചാൽ, ഹി ഫോളോഡ് ജീസസ് ഡൗൺ ദ റോഡ്. यहाँ पर अपने जीवन में हम ये बात को देखते हैं कि अगले आयत बड़े सुंदर आयत है
और वहां पर परमेश्वर ने जिस प्रकार इस अंधा व्यक्ति को चंगाई दिया, कारण उसने जो घोषणा किया था उसका उत्तर उसके अपने जीवन में प्राप्त करते हैं। कई बार हो सकता है कि हमने घोषणा करने के बावजूद भी कई बार हमारे जीवन में चंगाई और छुटकारा आने में देरी हो सकती है, लेकिन ये बात के प्रति हमें निराश नहीं होना चाहिए, क्योंकि वचन इस प्रकार हमें भजन संहिता में इस प्रकार बताता है कि यूसुफ को परमेश्वर ने तब तक परखा, तब जब तक उसको जीवन में परमेश्वर ने उसके विषयों के प्रति छुटकारा नहीं दिया। क्योंकि हम जानते हैं कि यूसुफ लंबा समय तक अपने जीवन में एक छुटकारा के लिए इंतजार कर रहा था, परंतु वहां पर भी यूसुफ ने अपने चरित्र को खराब होने के लिए नहीं दिया। तो उसी प्रकार कई बार हमारे जीवन में यदि देरी हो रहा है, तो हमें अपने हिम्मत को खोना नहीं है, हमारी आशा को खोना नहीं है, निरंतर परमेश्वर पे घोषणा करते रहना है। इस अंधे व्यक्ति के संदर्भ में जब हम आते हैं, तो वहाँ पर हम ये बात को देखते हैं कि यीशु मसीह ने उससे उलट कोई भी प्रकार का उपकार का ना ना माँगते हुए उसे इस प्रकार से कहता है, "चला जा, तेरा विश्वास ने तुझे चंगा कर दिया है।" और उसके अगले आयत में हम जब देखेंगे, अगले भाग में, वो तुरंत ये आदमी, ये अंधा व्यक्ति जो है, देखने लगा। तो एक बार मान लीजिए कि एक व्यक्ति अपने जीवन भर में कभी दुनिया देखा नहीं है, संसार देखा नहीं है, लोगों को देखे नहीं है, तो उसकी आँखें जब खुलती हैं, और ख़ास करके यरीहो जैसे एक शहर जो बड़ी सुंदर और देखने में खूबसूरत एक शहर थी, तो आँखें खुलने के समय में स्वाभाविक है कि उस देश का, उस शहर का सुंदरता को देखने के लिए, वहाँ वहाँ के सारे चीज़ों को देखने के लिए वो वहाँ पर ठहर सकता था। परंतु इस अंधे व्यक्ति का जीवन का प्रत्युत्तर इस प्रकार था कि जैसे ही वो देखने लगा, वो तुरंत यीशु का पीछे होने लगा। तो ये एक बहुत बड़ी बात है कि वो यीशु का पीछे, बाकी चीज़ों से बढ़कर यीशु के पीछे जाने के लिए उसने निर्णय लिया था। അതൊരു വലിയൊരു ചോദ്യമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ ഒത്തിരി പ്രാർത്ഥനകൾ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒത്തിരി പ്രാർത്ഥനകളുടെ ഉത്തരം ദൈവം തന്നിട്ടുണ്ട്. ആശയ്ക്ക് വിരോധമായി ആശയോടെ നമ്മൾ പ്രാർത്ഥിച്ച പല കാര്യങ്ങളും ദൈവം ഉത്തരം തന്നിട്ടുണ്ട്. നമ്മൾ അത് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ അതിനകത്ത് നന്ദിയുള്ളവരായിട്ട് ദൈവസന്നിധിയിലായിരിക്കുന്നോ, അതോ നമ്മൾ ഇപ്പോഴും നമുക്ക് ഇനിയും കിട്ടിയാലേ അതിന് സന്തോഷം തോന്നത്തുള്ളെന്നുള്ളൊരു രീതിയിലേക്ക് പോകുന്നുണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നമ്മുടെ ലൈഫിൽ തന്നെ റെട്രോസ്പെക്റ്റിൽ റിഫ്ലക്ട് ചെയ്ത് നോക്കണം. अपने जीवन को भी परख कर देखना है, मूल्यांकन करना है कि परमेश्वर ने हमारे जीवन में भी जो दिया हुआ जो खुशियाँ हैं, जो दी हुई छुटकारा है, उसके प्रति हम परमेश्वर के लिए धन्यवादी हैं या नहीं? या फिर हम ऐसे बोलते हैं कि प्रभु आगे भी मुझे जब आप चंगाई छुटकारा देंगे, उसी के बाद मैं आनंदित होऊँगा, या उसी के बाद मैं अपने जीवन में संतुष्टि पाऊँगा या नहीं? ये बात के प्रति हमें अपने जीवन को परखना ज़रूरी है। എൻ്റെ തന്നിരിക്കുന്ന സമയം തീരാറായി. അതുകൊണ്ട് ഞാൻ ചെറിയ കാര്യം ഒരു 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 ലൈഫിൽ ഒരാളുടെ നടന്ന ഒരു മിഷണറിയുടെ ലൈഫിൽ നടന്ന ഒരു കാര്യം പറഞ്ഞിട്ട് എളുപ്പം പ്രാർത്ഥിച്ച് നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. मेरे दिए हुए समय समाप्त होने पर है, इसलिए एक छोटा-सा मिशनरी की कहानी को बताकर मैं प्रार्थना करते हुए समाप्त करना चाहूँगा। വളരെ വർഷങ്ങൾക്ക് മുൻപേ 18th സെഞ്ചുറിയാന്ന് ഞാൻ വിശ്വസിക്കുന്നു. വെൽഷ് ഏരിയയിൽ ഉണ്ടായിരുന്ന ഒരു ഫാമിലിനകത്ത്, ഐ ബിലീവ് ഇറ്റ് ഈസ് നോട്ട് വെൽഷ്, നോർത്തേൺ അയർലൻഡ് ഉണ്ടായിരുന്ന ഒരു മിഷണറി ഫാമിലിയിൽ ഉണ്ടായിരുന്ന ഒരു മകളായിരുന്നു ഏമി എന്ന് പറയുന്ന ഒരു വ്യക്തി. और 18वीं शताब्दी में था कि उत्तरी आयरलैंड में एक परिवार में जन्मी एक बेटी के विषय में है, एमी नाम का एक बेटी के विषय में ये कहानी है। അദ്ദേഹം ഉണ്ടായിരുന്ന നോർമലി സാധാരണ അയർലൻഡിൽ ഉണ്ടാകുന്ന എല്ലാ ആൾക്കാരുടെ കണ്ണുകൾ ഐസ് ഇസ് ബ്ലൂ ഇൻ കളർ, ബ്ലൂ കളർ കണ്ണുകളാണ് അവർക്കുള്ളത്. साधारण रीति से आयरलैंड में जन्मने वाले हर एक लोगों की आंखें नीली होती हैं। ഈ കൊച്ചിന്റെ കണ്ണ് പക്ഷെങ്കിൽ ബ്രൗൺ കളറാണ് ജനിച്ചത്. परंतु ये जो बेटी थी, इसकी आंखें जो जन्म होने के समय ही इनकी आंखें जो है ब्राउन कलर की पाई जाती हैं। എപ്പോഴും ആ പൈതൽ ക്രിസ്ത്യൻ ഫാമിലി ആയതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിക്കുക, ദൈവമേ എൻ്റെ കണ്ണ് മാത്രം എന്തിനാ ബ്രൗൺ.
ബാക്കി എല്ലാവരുടെ കണ്ണുകൾ ബ്ലൂ ആയിരിക്കുന്നു, എന്തിനാ എനിക്ക് മാത്രം ഇങ്ങനെ ആയിരുന്നത്? और ये बेटी हमेशा प्रार्थना करने के समय में परमेश्वर से इस प्रकार पूछती थी कि बाकी मेरे परिवार में सब लोगों की आंखें नीली हैं, मेरी ही आंखें ऐसे चॉकलेटी या ब्राउन कलर का क्यों हैं? വളർന്നു വർഷങ്ങൾക്ക് ശേഷം 18-ാം വയസ്സിൽ പൈതലിന്റെ പിതാവ് നിത്യതയിലേക്ക് ചേർക്കപ്പെട്ടു. और अपने उम्र में बढ़ते आने के समय इस बेटी की 18वीं उम्र में उसके पिता जो हैं वो अनंतता में चले गए। അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് മിഷണറിന്റെ ഈ കോളിംഗ് वന്നപ്പം ആദ്യം ജപ്പാനിലേക്ക് പോയി. उसके बाद इस बेटी को एक मिशनरी की बुलाहट आने के पश्चात वे जापान देश में वे चले गए। വളരെയേറെ നാൾ ശേഷം ജപ്പാനിൽ നിന്ന് ആ വിളി മിനിസ്ട്രി കഴിഞ്ഞ ശേഷം തിരിച്ച് അയർലൻഡിലേക്ക് വന്നു. അയർലൻഡ് വന്ന ശേഷം വീണ്ടും ഒരു വിളി മുഖാന്തരം ഇന്ത്യയിലേക്ക് മിഷണറി വർക്കിന് വേണ്ടി പോയി. और कई समय तक जापान में मिशनरी सेवकाई करने के पश्चात वे अपने गांव या अपने देश की ओर लौट कर चले गए। उसके बाद कुछ समय के पश्चात फिर से भारत में एक मिशनरी सेवकाई की बुलाहट में वे यहाँ पर पहुंचे। ഇന്ത്യയിൽ വന്ന ശേഷം തമിഴ്നാടു സ്ഥലത്തിലായിരുന്നു മിഷണറി വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. और इंडिया में आने के पश्चात, भारत में आने के पश्चात वे तमिलनाडु नाम के उस राज्य में मिशनरी की सेवा को करने लगी। വർഷങ്ങൾ കഴിഞ്ഞു. പക്ഷെ എന്നാലും ഏമിയുടെ മനസ്സിലുള്ള ഈ ചോദ്യം ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. ദൈവമേ, എന്തിനാ എൻ്റെ കണ്ണിങ്ങനെ ആക്കിയത്? കാരണം പുള്ളിക്കാരത്തിക്ക് വളരെയേറെ വിഷമം ഉണ്ടാകുന്ന ഒരു റീസൺ ആയിരുന്നു, എൻ്റെ കണ്ണ് മാത്രം ഇങ്ങനെ ആയിപ്പോയി. ഒരു ആശയില്ല ആ ടോപ്പിക്കിനകത്ത് പുള്ളിക്കാരത്തി എന്നാലും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. और बहुत समय से, बहुत सालों से ये बहन जो है प्रार्थना कर रही थी कि परमेश्वर, मेरे परिवार के लोगों की आंखें तो अलग हैं मुझसे, और मेरे साथ ही ऐसा क्यों है? और बहुत समय से निराशा में भी आशा रखते हुए इस विषय के प्रति वो प्रार्थना करती रही। വളരെ നാളുകൾക്ക് ശേഷം പുള്ളിക്കാരത്തിയുടെ മിഷണറി വർക്ക് കണ്ടിന്യൂ ചെയ്തു. ഫൈനലി പുള്ളിക്കാരത്തി വിമൻ റെസ്ക്യൂയിങ് അല്ലെങ്കിൽ ചിൽഡ്രൻ, സ്മോൾ ഗേൾസിനെ ദേവദാസികൾ എന്നുള്ള അമ്പലങ്ങളിൽ വിടുന്ന ആ ഒരു ഏരിയനകത്ത് നിന്ന് അവരെ റെസ്ക്യൂ ചെയ്യുന്ന ഓപ്പറേഷനിലേക്ക് കയറുവാൻ ദൈവം ഇടയാക്കി. और बहुत समय के पश्चात वे अपने इस मिशनरी कार्य को भारत में जारी करती रहीं, और उसी के संदर्भ में कुछ समय के बाद देवदासी प्रथा में ऐसे मंदिरों में पाए जाने वाले बच्चों, लड़कियों को, जवान लड़कियों को वे बचाकर वे बाहर ले आने लगी। അതല്ലാതെയും ട്രാഫിക്കിംഗ് ആയിരിക്കുന്ന പലരെയും രക്ഷിക്കുവാൻ ദൈവം ഇടയാക്കി. और इतना ही नहीं, जो लड़कियों को पकड़कर दूसरे व्यापार में बेचने के धंधा में जो लोग लगे हुए रहते थे, उनमें से भी लड़कियों को बचाकर वे बाहर ले आकर आती थी। ഈ റെസ്ക്യൂ ഓപ്പറേഷനകത്ത് ഒരു ദിവസം സാധാരണ പുള്ളിക്കാരത്തി ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ, ബിക്കോസ് ഷീ ഈസ് വൈറ്റ് ഇൻ കളർ, ഒത്തിരി ഫെയർ ആയതുകൊണ്ട് പുള്ളിക്കാരത്തി ഈ മണ്ണ് ദേഹത്തിലേക്ക് എല്ലാ ദിവസവും ഇങ്ങനെ വാരി ഇടും. വാരി ഇട്ട് കഴിഞ്ഞിട്ടാണ് റെസ്ക്യൂ ഓപ്പറേഷന് പോകുന്നത്. അല്ലെങ്കിൽ അത് ഔട്ട്കാസ്റ്റ് ആയി കൺസിഡർ ചെയ്തുകൊണ്ട് ഒത്തിരി വെളുത്തിരിക്കുന്നതുകൊണ്ട് എടുത്ത് കളയും. सो ये ऐसे हमेशा जब बचाव कार्य के लिए जाती थी, तो बहुत गोरे चमड़े के होने के कारण ये जो बहन है अपने ऊपर मिट्टी का एक लोप लगाकर वे जाया करती थी। नहीं तो यदि उसके चमड़े के रंग को देखकर शायद उस समाज के लोग उसको बहिष्कार कर सकते थे। ഒരു ദിവസം ഇങ്ങനെ മണ്ണിട്ടുകൊണ്ടിരുന്നപ്പം പുള്ളിക്കാരത്തി ഓർത്ത് വന്നത്, ദൈവം പുള്ളിക്കാരത്തിന്റെ മനസ്സിലേക്ക് ഓർപ്പിച്ച് എന്താന്ന് വെച്ചാൽ, ആമി, ഡു യു നൗ നോ വൈ ഐ മേഡ് യുവർ ഐസ് ബ്രൗൺ? പുള്ളിക്കാരത്തിനോട് ദൈവം ചോദിച്ചു, നിന്റെ കണ്ണുകൾ ബ്രൗൺ ആയി മാറ്റിയതിന്റെ റീസൺ ഇപ്പം നിനക്കറിയാവോ? കാരണം ബ്ലൂ ആയിരിക്കുന്ന ഒരു കണ്ണുണ്ടായിരുന്നെങ്കിൽ പിടിക്കപ്പെടുവാൻ മിഷണറി വർക്ക് ഫോർ എവർ നിന്നുപോയനെ. പക്ഷെങ്കിൽ നിന്റെ ആ കണ്ണ് ബ്രൗൺ ആകുന്നതിന്റെ ഒരു റീസൺ ഉണ്ടായിരുന്നു. നീ ആശയ്ക്ക് വിരോധമായി ആശയോടെ പ്രാർത്ഥിച്ചു, പക്ഷെ ചില കാര്യങ്ങളിനകത്ത് അതിന്റെ റീസൺ ഇവൻച്വലി നമുക്ക് മനസ്സിലാകും. तो एक बार जब इस प्रकार से वे अपने शरीर पर इस मिट्टी के लेप को लगा रही थी, उस समय में परमेश्वर ने इस बहन से इस प्रकार बात किया कि एमी, आप ये बात को अभी समझ पा रही हैं कि क्यों मैंने आपको एक नीली आंख के बदले एक
एक चॉकलेटी आंख को आपको दिया था, क्योंकि यदि आप एक नीली आंख लेकर आप समाज में लोगों को बचाव कार्य के लिए जाते तो आप आसानी से पकड़े जा सकते थे। लेकिन आपने जब निराशा में आशा रखकर इतना समय तक प्रार्थना करते आई हैं, लेकिन इस बार या आज आपको इस बात का सत्य प्रकट हो रहा है, तो ऐसे परमेश्वर ने उससे बात किया। അതുകൊണ്ട് തന്നെ ആ ഒരു ഇൻസിഡന്റിനകത്തുനിന്ന് ഏമി കാർമിക്കൽ അല്ലെങ്കിൽ ഏമി കാർ മിഷേൽ എന്ന് പറയുന്ന ആ ഒരു മിഷണറിയുടെ വർക്ക് ഇന്ന് നിങ്ങൾ ഗൂഗിളിനകത്ത് നോക്കിയാൽ ദോനാവൂർ എന്ന് പറയുന്ന സ്ഥലത്തിനകത്ത് തമിഴ്നാടിനകത്ത് ഒത്തിരി യങ് പിള്ളേരെ, ഒത്തിരി യങ് വിമൻ ട്രാഫിക് ആയിരിക്കുന്ന പിള്ളേരെ രക്ഷിക്കുവാൻ ദൈവം പുള്ളിക്കാരത്തി മുഖാന്തരം ഇടയാക്കി. और इसी प्रकार एमी कारमाइकल नाम की या उसके नाम जैसे भी आप उच्चारण करें, इस बहन को परमेश्वर ने, आप आज भी गूगल में इसी के विषय में शोध करें तो आप ये बात को ढूंढ पाएंगे कि तमिलनाडु के एक क्षेत्र में कैसे उन्होंने ऐसे जो बहनों को या लड़कियों को आमीन बुराई से बचाने के लिए परमेश्वर ने उसको उपयोग किया था। ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങളിനകത്ത് എല്ലാം ഞാനൊന്ന് കൺക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഞാൻ തുടങ്ങിയത് ഈ ഒരു വചനം കൊണ്ടാണ്. റോമറിനകത്ത് നിന്ന് ആശയ്ക്ക് വിരോധമായ ആശയോടെ. എബ്രാഹിയർ 11 നമ്മൾ എഴുതിയത് ആശ. വാട്ട് ഇസ് ഫെയ്ത്ത്? വാട്ട് ഇസ് ഫെയ്ത്തിന്റെ ആ ബേസിസ് നമുക്ക് ആങ്കർ ചെയ്തേക്കുന്ന ഹോപ്പിനകത്ത്, ആശയനകത്ത്. കാണാത്ത കാര്യത്തിന്റെ നിശ്ചയം, കാണാത്ത കാര്യത്തിന്റെ നിശ്ചയം. വിശ്വാസം എന്നോ നമ്മൾ ആ ഒരു ടോപ്പിക്കിലേക്ക് കയറി. പക്ഷെങ്കിൽ ഇന്ന് ഞാൻ കൺക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ ഇപ്പം സ്റ്റക്കായിരിക്കുന്ന ഹറാന്റെ പ്രദേശത്തിലാണോ, അതിനകത്തുനിന്ന് നമുക്ക് പുറത്തോട്ട് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ ആശയ്ക്ക് വിരോധമായ ആശ വേണം. അതിനുവേണ്ടി നമ്മൾ സ്റ്റെപ്പ് എടുക്കണം. നമ്മളിപ്പം ബാർത്തിമായി പോലെ സ്റ്റക്കായിരിക്കുവാണോ, നമ്മൾ അതിനുവേണ്ടിയും സ്റ്റെപ്പ് എടുക്കണം. പക്ഷെങ്കിൽ നമ്മൾ ആശയ്ക്ക് വിരോധമായ ആശയോടെ ചെയ്താൽ മാത്രം പോരാ, നമ്മൾ ഡിക്ലെയർ ചെയ്യണം. പല കാര്യങ്ങൾ നമ്മൾ ഡിക്ലെയർ ചെയ്യണം നമ്മുടെ സിറ്റുവേഷനകത്ത്. എന്നാലും നമ്മൾ കേട്ട ലാസ്റ്റ് ആ മിഷണറി സ്റ്റോറി അനുസരിച്ച് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ആ ഔട്ട്കം അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം കുറഞ്ഞു പോകല്ലേ. ദൈവത്തിനൊരു പ്ലാന് നമ്മുടെ എല്ലാ സിറ്റുവേഷനകത്തും ഉണ്ട്. और इस प्रकार मैं अपने इन सारे वचनों को संक्षिप्त में लेकर आना चाहता हूँ। वो इस प्रकार से हैं कि हमने रोमियो की पत्री में वचन को पढ़ा था कि अब्राहम जो था, निराशा में भी आशा कर कर विश्वास किया। तो हमने ये बात को शुरुआत से आपसे कहा है कि हमारी आशा में एक हमारा एक बुनियाद होना है, और वो बुनियाद हमारा परमेश्वर पे, हमारे प्रभु यीशु में विश्वास में हम बुनियाद रखते हैं। और उसके साथ हमने इब्रानियों की पत्री 11 अध्याय उसके पहले आयत में देखा कि हमारी आशा अनदेखी वस्तुओं का प्रमाण भी है। तो जिस प्रकार हमने अब्राहम के जीवन से आपके जीवन में बता कर दिया कि हारान में फंसी हुई अवस्था में से हमें बाहर निकलने के लिए हमें एक कदम, एक जोखिम उठाना जरूरी है। और उसके बाद बर्तिमाई के जीवन में हम जब आए तो बर्तिमाई के जीवन से बात को हम देखते हैं कि बर्तिमाई ने अपने जीवन की परिस्थितियों के विरोध में एक घोषणा करता है प्रभु यीशु से, और वो हमारे जीवन में करना जरूरी है। यदि मान लीजिए आपने घोषणा करने के बावजूद भी आपके जीवन में आप फिर भी फंसे हुए अवस्था में पड़े हुए हैं, तो आप फिर भी निराश नहीं होना। आखिरी में मैंने जैसे एमी कार्माइकल के विषय में जब आपसे ये बात को कहा, कई बार हम समझ नहीं पाते हैं कि हमारी परिस्थिति क्यों ऐसे है, हम क्यों ऐसे फंसे हुए हैं, लेकिन उन सब के मध्य में परमेश्वर को एक योजना है, परमेश्वर को एक काम हमारे जीवन से प्रकट करना है। उस समय तक के लिए हम प्रभु में इंतजार करना है, आशा बनाए रखना है। हमारे जीवन को प्रभु आशीषित करेगा। ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഈ സിറ്റുവേഷനിൽ പൊക്കോണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഏത് സിറ്റുവേഷൻ അത് നിങ്ങളുടെ മനസ്സിൽ വരുന്നത്, അത് നിങ്ങളൊന്ന് മനസ്സിലേക്ക് ചിന്തിക്കാം. നമുക്കൊരു 2 മിനിറ്റ് പ്രാർത്ഥിക്കാം. ദൈവമേ, എൻ്റെ ലൈഫിൽ ഇനി മുന്നോട്ട് എടുക്കുന്ന സ്റ്റെപ്പ് എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ഇവിടെ സ്റ്റക്കായി കിടക്കുന്നു, ഹറാന്റെ പ്രദേശത്തിലായിരിക്കും. പക്ഷെങ്കിൽ ഇതിനകത്ത് നിന്ന് എനിക്കൊരു ഡെലിവറൻസ് വേണം. ഇന്ന് ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. और
आगे के 2 मिनट हम प्रार्थना करने जा रहे हैं। मैं आपके लिए प्रार्थना करना चाहूँगा, लेकिन आप भी अपने लिए प्रार्थना करना कि आप यदि अपने जीवन में हारान जैसी अनुभव में फँसे हुए हैं, तो प्रभु से प्रार्थना करना कि प्रभु मेरे आगे का जीवन क्या है मैं नहीं जानता, लेकिन मैं अपने जीवन में एक आशा के साथ एक कदम को रखना चाहता हूँ। मेरे जीवन में एक जोखिम का कदम को उठाना चाहता हूँ। आप मुझे सहायता कर प्रभु। സ്വർഗീയ പിതാവേ, തന്ന നല്ല സമയത്തിനായി നന്ദി പറയുന്നു. ഈ സമയം പ്രത്യേകാൽ പിതാവ് ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തർക്ക് വേണ്ടി പേരായി അനുഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവർ ഏത് അവസ്ഥയിലായിരിക്കുന്നെന്ന് എനിക്കറിയത്തില്ല. പക്ഷെങ്കിൽ അവരുടെ മനസ്സിൽ ഓടി വരുന്നത് സ്റ്റക്കായി കിടക്കുന്ന, ആശ ഇനിയും ഇല്ല എന്ന് ചിന്തിക്കുന്ന വിഷയങ്ങളിനകത്ത് ദൈവത്തിന്റെ കരം ഒന്ന് നീട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകാൽ പിതാവെ, അവർ ഹാരാൻ എന്ന പ്രദേശത്തിന്റെ മുൾപടർപ്പിലാണോ അതോ സുഖസൗകര്യത്തിലാണോ എന്തുവാന്ന് അറിയത്തില്ല. പക്ഷെങ്കിൽ അതിനകത്ത് നിന്ന് ഒരു സ്റ്റെപ്പ് എടുത്ത് കാനാൻ എന്നൊരു പ്രദേശത്തിലേക്ക് വിളി ശ്രേഷ്ഠമായിരിക്കുന്നു. പ്രോമിസ് ലാൻഡിലേക്ക് ഞങ്ങൾ എത്തുവാൻ തക്കവണ്ണം തടസ്സമായിരിക്കുന്ന എല്ലാ വിധമായ കാര്യങ്ങൾ യേശുവിന്റെ നാമത്തിൽ അത് നിർവീര്യമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആശയ്ക്ക് വിരോധമായ ആശ പിതാവെ, ഹോപ്പ് അഗെയിൻസ്റ്റ് ഓൾ ഹോപ്സ്, ഹോപ്പ് ഈവൻ വെൻ ദർ ഇസ് നോ റീസൺ ടു ഹോപ്പ്, ആ ഒരു ഹോപ്പ് എല്ലാ ആൾക്കാരുടെ ഹൃദയത്തിലേക്ക് നീ ഈ സമയം ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് റിന്യൂ ചെയ്യണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അത് ഞങ്ങളുടെ സ്കിൽ അല്ല, ഞങ്ങളുടെ ടാലന്റ് അല്ല, അത് നിന്റെ ബ്ലെസ്സിങ് ആകിയാൽ നന്ദി. ഞങ്ങൾ വചനത്തിലാണ് ഹോപ്പ് ചെയ്യുന്നത് പിതാവേ. ആ വചനം ഉപയോഗിച്ച് ഞാൻ ഈ സമയം യേശുവിന്റെ നാമത്തിൽ ഇവരെല്ലാവരെയും അനുഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഈ വരും ദിവസങ്ങളിനകത്ത് ആ വിടുതലുകൾ കേൾക്കുവാനും അനുഭവിക്കുവാനും ദൈവമേ നീ സഹായിക്കണേ. യേശുവിന്റെ നാമം തന്നെ ആമേൻ.